കാണാൻ പറ്റും 1 to 6 വരെ 7 വരെ ഇവിടെ പ്ലാറ്റ്ഫോമും കാണാൻ പറ്റും. ഇത് ലോക്കൽ ട്രെയിനിൻ്റെ ഇതാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോം. ഹലോ ഫ്രണ്ട്സ്, KG ഫർണിച്ചറുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മുംബൈയിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് മുംബൈ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ മുംബൈയിലേക്ക് പോന്നു. അപ്പോൾ മുംബൈയിലേക്ക് ഇപ്പോൾ മുംബൈ ഈ ആൻഡോഫിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ SBIയിലെ SBIയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെയൊക്കെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവൻ്റെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും. വ്ലോഗിങ്ങൊക്കെ പുള്ളിയുടെ കൂടെ ആയിരിക്കും. മുംബൈയുടെ ഫുള്ള് ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും നമ്മൾ ഇന്ന് കവർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുംബൈ GTB നഗറിൽ നിന്ന് നമ്മൾ ആൻഡോഫിലേക്ക് വരുന്ന റോഡാണ് കാണുന്നത്. ആ ഭാഗത്ത് കാണുന്നത് GTB നഗറാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്, നേരെ പോകുന്നതാണ് ആൻഡോഫിൽ. ഇവിടെയാണ് എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾ എനിക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇന്നലെ എനിക്ക് തന്നിരുന്നു. അപ്പം ഇന്ന് വേറൊരു സുഹൃത്തിൻ്റെ ഒപ്പമാണ് ഇന്ന് പോകുന്നത്. കാരണം ആൾക്ക് വർക്കിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർക്കും അവർ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പുള്ളി വർക്കിന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പുള്ളി പോയി. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രീറ്റ് ഫുള്ള് അത്യാവശ്യം എല്ലാ ഏരിയകളിലും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കോട്ടെ. ഞങ്ങൾ ബസ് കയറി ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിനും കാര്യങ്ങളൊക്കെ പിടിക്കണം. അപ്പോൾ ഇനി ആ ലോക്കൽ ട്രെയിനിൽ നേരെ നമ്മൾ ഛത്രപതി ശിവാജി ടെർമിനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകണം. ഇവിടെ നിന്ന് ഛത്രപതി ശിവാജിയിൽ ഇങ്ങോട്ട് പോകണം കേട്ടോ. ലോക്കൽ ട്രെയിൻ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ഇവിടെ എല്ലാ റൂട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ലോക്കൽ ട്രെയിനിൻ്റെ ഇത് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ, എല്ലാ ഏരിയയിലേക്കും പോകാനായിട്ട്. പ്രധാനമായിട്ട് ടിക്കറ്റ് ഇതാണ് വരുത്തണം, 10 rupees. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ അടുത്ത് നമ്മളിവിടെ കേട്ടൊക്കെ വെച്ചിട്ട് ട്രെയിൻ. അപ്പോൾ നമ്മൾ ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള സ്റ്റേഷനാണ് ഇത്. ഛത്രപതി ശിവാജി ആ ഭാഗത്തേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. 17 പ്ലാറ്റ്ഫോം അല്ലേ പറഞ്ഞത്? 17 പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ മൊത്തത്തിൽ ലോക്കൽ ട്രെയിനിൽ. അത് ഓരോ ഏരിയകളിലേക്കും പോകുന്നതിന് ഓരോ ഇതാണ് കേട്ടോ. അതായത് വെസ്റ്റേണും ഈസ്റ്റ് അങ്ങനെ ഓരോരോ നമ്മളിവിടെ മുംബൈയുടെ അതനുസരിച്ചിട്ടുണ്ട്. സെൻട്രൽ റെയിൽവേ അങ്ങനെ കണ്ടോ, ഓരോ ഏരിയകളിലൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ട്രെയിനുകളൊക്കെ ഓരോ സൈഡിലേക്ക് പോകുന്നത്. അത് ഓരോ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഓരോ ഏരിയയിലേക്ക് വരുന്നവർ അത് നോക്കി അങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. ഇതുവരെ തിരക്കാണെന്ന് നോക്കി. ഒരുപാട് പേര് ഇതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോക്കൽ ട്രെയിൻസ്. പ്രധാനപ്പെട്ട നമ്മൾ സ്റ്റേഷൻ ഏരിയയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നത് നിങ്ങൾ കാണുന്നത് പണ്ട് ഛത്രപതി ശിവാജി നിർമ്മിച്ച ഒരു ഫോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഫോർട്ടിലാണ് ഇപ്പോഴത്തെ ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റേഷൻ നിൽക്കുന്നത്. ഈ ടെർമിനലാണ് വെൽക്കം. ഈ ടെർമിനലിൽ എല്ലാ ഇതും ഇവിടെ നിൽക്കുന്നത്, എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇതിൻ്റെ അകത്തേക്കാണ് അവർ ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ കാണില്ലേ, ഇപ്പോൾ ഇത് 1 to കണ്ടോ, അവിടെ നിന്ന് നമ്മൾ പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. 1 to 6 വരെ 7 വരെ ഇവിടെ പ്ലാറ്റ്ഫോമും കാണാൻ പറ്റും. ഇത് ലോക്കൽ ട്രെയിനിൻ്റെ ഇതാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ കാണുന്നത്. അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെ സാധാരണ റെയിൽവേ ട്രെയിനുകളിൽ ദൂരത്തേക്കൊക്കെ പോകുന്ന ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് അപ്പുറത്തെ സൈഡിൽ നമുക്ക് വരുന്നത് കേട്ടോ. ഇത് ലോക്കൽ ട്രെയിനിൻ്റെ മാത്രം വരുന്ന സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന ശിവാജി ടെർമിനലിൻ്റെ ഒരു പോർഷനുണ്ടോ, കോട്ട ശിവാജി ടെർമിനൽ. ആ ഛത്രപതി ശിവാജി നിർമ്മിച്ച കോട്ടയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡാണ്. അപ്പം നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ് നോക്കി നമ്മളിന്ന് ഇവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്നത്. ഒരുപാട് ഡബിൾ ഡെക്കർ ബസ് ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഏരിയകളിൽ. നമ്മൾ ബസ് ഈ ബസ്സിലല്ല, നോർമൽ ബസ്സിൽ കയറാനാണെങ്കിൽ നമ്മളിവിടെ ക്യൂ ഒക്കെ നിൽക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കണം. അങ്ങനെ എല്ലാം സിസ്റ്റമാറ്റിക്കാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഓരോ ദിവസത്തെ ഓരോ എല്ലാ ഇതും സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സ്പീഡിൽ നടക്കുന്നത്. ലോക്കൽ ബസ്സിൻ്റെ ഇതാണ് പ്രൈസ് കാണുന്നത്. AC ബസ്സാണ് കേട്ടോ. 6 റുപ്പീസ് ആയിട്ടുള്ളൂ ടിക്കറ്റിന് പോകാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ താജ് പാലസ് കാണുന്നത്. മുംബൈയിലെ താജ് പാലസ് ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഒരു നിർമ്മിതികളും കേട്ടോ. നടന്ന ഗേറ്റ് ഓഫ് ഇന്ത്യ ഫൈനലി നമ്മളെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിനി ചെയ്യാൻ വേണ്ട ഗേറ്റ് ഓഫ് ഇന്ത്യ. ഇത് ശരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നത് കടലിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇതാണ് കേട്ടോ. മോണുമെൻ്റാണ് സംഭവം. നമ്മളെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. ഇത് കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു മോണ്യുമെൻ്റാണിത്. 1913 ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആർക്കിടെക്ചർ വരുന്നത് ജോർജ് വൈറ്റൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആർക്കിടെക്ചർ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അന്നത്തെ ജനറലായിരുന്നിട്ടുള്ള ജോർജ് ക്ലർക്കായിരുന്നു ഇതിൻ്റെ അവർ രണ്ടുപേരും കൂടിയായിരുന്നു ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ട്രിംഫിയൽ ആർച്ച് മോഡലും അതേപോലെ തന്നെ ഒരു ഗുജറാത്തി ആർക്കിടെക്ചർ, അതായത് 16ാമത്തെ സെഞ്ച്വറിയിലുണ്ടായിരുന്ന ഗുജറാത്തി ആർക്കിടെക്ചറിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻസും കാര്യങ്ങളും ഇതിൻ്റെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇത്രയും നാളത്തെ എന്തോരം നാളത്തെ ഇതുണ്ടെന്ന് നോക്കി. അതിൻ്റെ പഴക്കവും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ഇത് മെയിൻറ്റെയിനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് താജ് പാലസ് ആണ്. ഇവിടെയാണ് നമ്മുടെ മുംബൈ അറ്റാക്ക് നടന്നത്. ഇവിടെയാണ് കേട്ടോ. ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു ഇതിൻ്റെ അറ്റാക്ക് നടന്നത്. ഇതിൻ്റെ ഒരു ശേഷിപ്പാണ്. ഇത് ഓൾറെഡി ആ സമയത്തൊക്കെ തകർന്ന് ഇതായതായിരുന്നു. അപ്പം അത് അകത്ത് ഫുള്ളൊക്കെ റിസ്റ്റോർ ചെയ്തവർ ഇതായത് വെച്ചിട്ടുണ്ടോ. ഇതാണ് താജ് പാലസ്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ വരുന്നത്. എടുക്കാലോ. ഇതുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി അപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേവൽ ബേസ് ആണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള നേവൽ, അതായത് നേവിയുടെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളും മുംബൈയിലെ ഹെഡ്ക്വാർട്ടേഴ്സാണ് നിങ്ങൾ കാണുന്നത്. നേവൽ കണ്ടോ ഈ ഭാഗത്ത് കാണുന്നത്. ഇതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബിൽഡിംഗ് മോണ്യുമെൻ്റ് കാണുന്നത്. ഷിപ്പ് ഇങ്ങനെ ഇതൊക്കെ എലിഫൻറ്റ് കേവ്സിലോട്ടും കാര്യങ്ങളൊക്കെ പോകുന്ന ട്രിപ്പൊക്കെ പോകുന്ന ഷിപ്സാണിത്. ഇന്ന് നമ്മുടെ ഭാഗ്യക്കേടെന്ന് പറയണത് ഇന്ന് ഓപ്പൺ അല്ല എലിഫൻറ്റ് കേവ്സ്, അല്ലെങ്കിൽ ഇന്ന് ഞാനത് കാണിച്ചാണ്. പക്ഷെ ഇന്നത് ഓപ്പൺ അല്ല. അവർ ഓൾറെഡി കുറേ ഈ പാക്കേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നു എലിഫൻറ്റ് കേവ്സ് ഇന്ന് ഓപ്പൺ അല്ല, പക്ഷേ വേറെ സ്ഥലത്ത് കൊണ്ട് കാണാനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പോകാനായിട്ട് നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റത്തില്ല. പോകാതെ നമുക്ക് അവിടെ എലിഫൻറ്റ് കേവ്സിലേക്കാണ് നമുക്ക് പ്രധാനമായിട്ടും പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ. അതുകൊണ്ടിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത്.
പിന്നെ നമുക്കിനി ഇനി ഒരു ദിവസം ഇവിടെ വരുന്ന സമയത്ത് നമ്മളത് ആ സ്പോട്ടും കൂടി നമ്മൾ അടുത്ത പ്രാവശ്യത്തെ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ പോകുന്നൊക്കെ ബോട്ടുകളൊക്കെ കിടക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് കിടക്കുന്നത്. ഒരു ടൂറിസം വേണ്ടിയാണ് ഇവിടെ നിന്നാണ് കയറി പോകുന്നത്. കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ എപ്പോഴും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടോ. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സ്പോർട്സ് ബാഗൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെയാണോ അടിച്ചത്? ഇതിൻ്റെ പോർട്ട് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ കൺസ്ട്രക്ട് ചെയ്തേക്കും. നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടോ. താജ് പാലസ് ഉണ്ടോ. ഇത് ഛത്രപതി ശിവാജിയുടെ ഒരു പ്രതിമയുണ്ട് നിങ്ങൾ കാണാൻ നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഉണ്ടോ. എല്ലാം കൗണ്ടറാണ് കണ്ടോ. ഇത് പെയിൻ നിർമ്മിതി ഇങ്ങനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഛത്രപതി ശിവാജിയുടെ പ്രതിമയും വെച്ചേക്കുക. പുള്ളിക്ക് സൈറ്റ് ഇതിനകത്തേക്കുള്ള സൈറ്റ് നോക്കിയിട്ട് കണ്ടോ, അതിനുള്ള സൈറ്റ് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ടാക്സി സ്റ്റാൻഡാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഷെയർ ടാക്സി എന്ന് പറയുന്നത്. ഇത് ഇവിടെ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇതിനും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനും നിങ്ങൾ ശരിക്കും ടാക്സി ഡയറക്റ്റ് എടുക്കണ്ട. ഷെയർ ടാക്സി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പേര് ആൾക്കാർ ഇത് മുഴുവൻ നിറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു നമുക്ക് ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നിസ്സാര രൂപയെ നിങ്ങൾക്ക് വരത്തുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ സിംഗിൾ ടാക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഷെയർ ടാക്സിയാണ് കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കാഴ്ച ഞാനിവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ നമുക്ക് എത്തിക്കാനുള്ള ഈ എപ്പിസോഡ് നമുക്ക് പറ്റിയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മുംബൈയുടെ പല ഭാഗങ്ങളിലേക്കും ഓരോരോ ദിവസങ്ങളായിട്ടായിരിക്കും നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ഓരോരോ എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത ഒരുപാട് നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുതിയ വീഡിയോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും അടുത്ത ദിവസം കാണാം. ഓക്കെ.